നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലേ, തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു. BJP കോർ കമ്മിറ്റി ഇപ്പോഴാണ് ചേർന്നത്. കഴിഞ്ഞ ദിവസം BJP കോർ കമ്മിറ്റി യോഗം ചേർന്നു. കോർ കമ്മിറ്റിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് കേൾക്കുന്നത്. ആദ്യം പുറത്തു വന്ന വാർത്ത ശരിയല്ല എന്ന് പിന്നാലെ വന്ന വാർത്തകൾ തെളിയിക്കുന്നുണ്ട്. കോർ കമ്മിറ്റിയിൽ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്? ഏതൊക്കെ നേതാക്കളാണ്, അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്? അതായത് BJPക്ക് വലിയ വിജയമുണ്ടായി എന്ന് കേരളത്തിലെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ഒരു വിജയമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം 3 സീറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ വലിയ വിജയമായാണ് കേരളത്തിലെ ചില BJP നേതാക്കന്മാർ അത് ആഘോഷിക്കുന്നത്. അവർ അതിന്റെ ക്രെഡിറ്റ് ക്രെഡിറ്റ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, രാഷ്ട്രീയം നന്നായി നിരീക്ഷിക്കുന്ന, രാഷ്ട്രീയം നന്നായി പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് ഒരു വിജയമല്ല എന്നും താഴെത്തട്ടിലേക്ക് BJP പ്രവർത്തനം എത്തിയിട്ടില്ല എന്നും യഥാർത്ഥത്തിൽ ഇത്ര സീറ്റ് ആയിരുന്നില്ല എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ മുൻ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞത് 25% വോട്ടും ഭരണവും NDAക്ക് കിട്ടും എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന്റെ സത്യത്തിൽ അതിന്റെ സമീപത്ത് പോലും എത്തിയിട്ടില്ല. അതായത് 25% വോട്ടെന്ന് പറഞ്ഞിട്ട് 15% വോട്ട് തികച്ചു പിടിക്കാൻ BJPക്ക് പറ്റിയില്ല. ഈ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും വോട്ട് കുറയുകയായിരുന്നില്ല. എല്ലാ തവണയും വോട്ട് ഒരു ജൈവികമായ വളർച്ച BJPക്ക് സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും 1-2 ഉപതെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് വോട്ട് കുറഞ്ഞിട്ടുള്ളത്. ജൈവികമായ രാഷ്ട്രീയ വളർച്ചയുള്ള ഏക പാർട്ടി BJP ആണെന്ന് പറയാം. അത് യാതൊരു സംശയമില്ല, കേരളത്തിൽ BJP മാത്രമാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് വലിയ വളർച്ചയും സാധ്യതയുമുണ്ട്. കേന്ദ്രത്തിൽ BJP ഭരണത്തിലിരിക്കുന്നു. ഇതുവരെ അഴിമതി രഹിത പ്രതിച്ഛായയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇത്രയും കാലം ഭാരതം ഭരിച്ചിട്ടില്ല. മികച്ച പ്രധാനമന്ത്രി ഇത്രയും വർഷത്തെ, കാരണം ഈ 12-13 വർഷത്തെ ഭരണത്തിനിടയിലും ഒരു ആൾക്കും ചൂണ്ടിക്കാട്ടാൻ ഒരു അഴിമതി ഉണ്ടാകാത്ത ഒരു ഭരണകൂടം നിലനിൽക്കുമ്പോൾ ആ ഭരണകൂടത്തെ ഇഷ്ടപ്പെടാൻ എത്രയൊക്കെ നറേറ്റീവുകൾ ക്രിയേറ്റ് ചെയ്താലും ഇഷ്ടപ്പെടാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് കേരളീയ സമൂഹം തെളിയിക്കുന്നത്. വലിയ ഒരു വിഭാഗം ആൾക്കാർ അതിനെ അംഗീകരിക്കാൻ തയ്യാറാകും. ജാതി മത ഭേദമന്യേ കേരളത്തിലെ വോട്ടർമാർ ഒരു വലിയ വിഭാഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ സംതൃപ്തരാണ്, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. ഒരു മോദി വേവ്, അങ്ങനെ തന്നെ പറയണം, മോദി അനുകൂല തരംഗം രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ കേരളത്തിലുമുണ്ട്. അതിൻ്റെ തെളിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ക്രമാനുഗതമായ വളർച്ച. അതായത് 50,000 വോട്ട് 2014 പിടിച്ച സ്ഥലത്ത്, പിന്നെ അല്ലെങ്കിൽ 1,00,000 താഴെ വോട്ട് പിടിച്ച സ്ഥലത്ത് ഒറ്റയടിക്കാണ് 2.5 ലക്ഷം വോട്ടാകുന്നത്. അതൊരു നിസ്സാര കാര്യമല്ല. പക്ഷേ അവിടെയും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഞാൻ സത്യം പറഞ്ഞ ഇതിനെ നോക്കിക്കാണുന്ന വേറൊരർത്ഥത്തിലാണ്. കേരളത്തിലെ BJPയിൽ വിവരമുള്ള, രാഷ്ട്രീയ ബോധമുള്ള നേതാക്കന്മാരുടെ കുറവ് നല്ലവണ്ണമുണ്ട്. എണ്ണിയാൽ ഒരു 3 പേര് അല്ലെങ്കിൽ ഒരു 5 പേരിൽ കൂടുതൽ നല്ല രാഷ്ട്രീയ ബോധമോ ഉള്ളവരില്ല. അവരെയും നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന, രാഷ്ട്രീയം പറയാൻ അറിയുന്ന, കാര്യങ്ങൾ നല്ല ലോജിക്കോട് കൂടി ചിന്തിക്കാൻ അറിയുന്ന ആൾക്കാർ, ചിന്തിക്കാൻ അറിയുന്ന ആൾക്കാർ, നോക്കിക്കാണുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റാൻ കഴിയുന്ന ആൾക്കാരില്ല. അതൊരു വലിയ കുറവ് തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. അതായത് പണ്ട് കാലത്ത് ആരുമില്ലാത്ത കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ അവർക്കൊന്നും ജയിക്കണമെന്നോ, രാഷ്ട്രീയ രംഗത്ത് മുന്നോട്ട് പോകണമെന്നോ, രാഷ്ട്രീയം അറിയില്ലെങ്കിൽ പഠിക്കണമെന്നോ, വായിക്കണമെന്നോ, അല്ലെങ്കിൽ അറിയാവുന്നവരെ കേൾക്കണമെന്നോ, അറിയാവുന്നവർ പറയുന്നത് മനസ്സിലാക്കണമെന്നോ ഒന്നുമുള്ള ഒരു ബോധ്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് കിട്ടണം, ഈ സീറ്റ് മത്സരിക്കണം. അത് പണ്ടൊക്കെ നാട്ടുകാരിൽ നിന്ന് പിരിവ് നടത്തിയായിരുന്നുവെങ്കിൽ ഇന്നത് വലിയ രീതിയിലുള്ള ധനസമാഹരണം ഉണ്ടാക്കാനുള്ള മാർഗമായി കേന്ദ്ര നേതൃത്വം BJPക്ക് പണം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കിട്ടുന്ന പണം ഇപ്പോൾ 2, 3, 4, 5 കോടി ഓരോ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടായി വരികയാണ്. ഈ വരുന്ന ഫണ്ടുകളിൽ 1-2 കോടി ചെലവാക്കുകയും ബാക്കിയുള്ളവ ധനസമാഹരണ മാർഗമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ആക്ഷേപം എന്നല്ല, ഉള്ള കാര്യമാണ്. എനിക്കറിയാവുന്ന പല BJP നേതാക്കന്മാർ, ഈ BJP നേതാക്കന്മാരെയൊക്കെ വളരെ ചെറുപ്പകാലം മുതലേ അറിയാവുന്നതാണ്. എൻ്റെ കൂടെയൊക്കെ ABVPയിൽ പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാർ അന്നോ ഒന്നുമില്ലാതിരുന്ന, അടിസ്ഥാന സൗകര്യം, ഒരു വീടോ സാമ്പത്തിക അവസ്ഥകളോ ഒന്നും ഇല്ലാതിരുന്നവരുടെ ഇന്നത്തെ അവസ്ഥ, അവർ ഒരു പണിയും എടുത്തിട്ടില്ല. നമ്മളൊക്കെ അന്നും അത്യാവശ്യം വീട്ടിൽ സാമ്പത്തികമുള്ള ആൾക്കാരാണ്, അതിനുശേഷം ജോലിയും ചെയ്തിട്ടുണ്ട്. എങ്കിലും
നമ്മുടെയൊക്കെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് പലരും ശതകോടീശ്വരന്മാരായ അവസ്ഥയിലുള്ള നേതാക്കന്മാർ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് BJPക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായി ഉയരണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കണമെന്നോ അങ്ങനത്തെ പറഞ്ഞാൽ BJP ഒരു നല്ല കറവപ്പശു അത്രയേ ഉള്ളൂ. അത്രയും മാത്രം ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ പ്രശാന്തേ, ഞാൻ പറയുന്നു ഒരു രാഷ്ട്രീയ ഇപ്പൊ എന്റെ ഞാനൊരു സ്ഥാപനം നടത്തുകയാണെന്നിരിക്കട്ടെ, ആ സ്ഥാപനത്തിൽ ഞാൻ എന്ത് വിചാരിക്കും? ഏറ്റവും മികച്ചവരെ കൊണ്ടുവന്ന് അവിടെ മാധ്യമ പ്രവർത്തനം നടത്തി എന്റെ സ്ഥാപനം മികച്ച രീതിയിൽ പോകണം, ഒന്നാമതെത്തിക്കുക എന്നുള്ളത്. ഇപ്പൊ ഭാരത് ലൈവിൽ തന്നെയാണെങ്കിൽ ഞാൻ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആയിട്ടുള്ള വാർത്ത കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഞാൻ മറ്റൊന്നും നോക്കുന്നില്ല, പണമോ അല്ലെങ്കിൽ പലപ്പോഴും ഈ ചാനലുകളൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ BJPക്കെതിരെയൊക്കെ വാർത്ത ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ വന്ന് താഴെ പറയുന്നത് ഇവർ കണ്ടില്ലേ, ഇവർ റീച്ച് കൂട്ടാൻ വേണ്ടി. ഞാൻ റീച്ച് കൂട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് മാധ്യമ റീച്ച് വേണം, പക്ഷേ അതിനുവേണ്ടി കുറുക്ക് വഴികളൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ക്വാളിറ്റിയുള്ള വാർത്തകൾ നൽകുന്നു എന്നുള്ളതാണ്. കാരണം ഇത് മാത്രമേ ഞങ്ങളുടെ വരുമാന മാർഗം ഈ ആൾക്കാർ കാണുന്നതും ഈ പറയപ്പെടുന്ന യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ മാത്രമാണ്. ഞങ്ങൾ ആരുടെയും പണപ്പിരിവ് നടത്താൻ പോകുന്നില്ല, ആരോടും ഞങ്ങൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ധനസമാഹരണ മാർഗങ്ങളിലൂടെ ചാനൽ നടത്തുന്നില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ കാണണമെന്നുള്ളതാണ്. പക്ഷെ കാണാൻ വേണ്ടിയല്ല വാർത്തകൾ ചെയ്യുന്നത്, സമൂഹത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ് വാർത്ത ചെയ്യുന്നത്. ഇപ്പൊ BJPക്കെതിരെ ഞങ്ങൾ വാർത്ത ചെയ്യുന്നത് BJP ഏതെങ്കിലും കാലത്ത് നന്നാവണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലാതെ ഇവിടെ BJP എന്നുള്ളതല്ല, അല്ല എന്താണോ നടക്കുന്നത് വാർത്തയായിട്ട് ജനങ്ങളിൽ എത്തിക്കുക, അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുക, അതിന്റെ തലനാഴിഴ കീറി പരിശോധിച്ച് അതിലെ സത്യം പുറത്തു കൊണ്ടുവരിക, അതാണ് നമ്മുടെ ഉദ്ദേശം. എനിക്ക് മനസ്സിലാവുന്നത്, ഇപ്പോ ഏതെങ്കിലും ഒരു ആള് വന്നു എന്നിരിക്കട്ടെ, ഏതെങ്കിലും ഒരു സംസ്ഥാന പ്രസിഡന്റ് വന്നു, അന്ന് ആരാണോ ആ സംസ്ഥാന പ്രസിഡന്റുമായി അടുപ്പമുള്ളത് അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് ഗ്രൂപ്പുകാരായിരിക്കുന്നത്, ഇപ്പൊ ഗ്രൂപ്പില്ല മീൻസ് സംസ്ഥാന പ്രസിഡന്റിന് ഗ്രൂപ്പില്ല, പ്രസിഡന്റിന് മാത്രം ഉണ്ട്. അടുപ്പക്കാരുണ്ടായത് എങ്ങനെയാണ്? സംഘപരിവാറിനെ നേരത്തെ ഉണ്ടായിരുന്ന, അതായത് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാരെ മോശമായി ചിത്രീകരിച്ച് അവിടെ KJP എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയർത്താൻ. അതിന് സുരേന്ദ്രനെ പറ്റി ഒരു വലിയ തെറ്റുണ്ട്, അതാണ് പറയാൻ പോകുന്നത്. സുരേന്ദ്രൻ മാധ്യമങ്ങളെ വേണ്ടത്ര കാര്യമായി എടുത്തില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരെ മറിച്ച് ഇപ്പോൾ നടക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ അന്ന് സുരേഷ് നടത്തിയിട്ടില്ല. പക്ഷെ ഇന്ന് ഫലപ്രദമായി മാധ്യമങ്ങൾക്ക് 2-3 തുട്ടെറിഞ്ഞു കൊടുത്തുകൊണ്ട് എല്ലാ മാധ്യമങ്ങളെ ഒപ്പം നിർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാധ്യമങ്ങളെ, വ്ളോഗേഴ്സിനെ, അതുകൊണ്ട് തന്നെ ആരും എതിരഭിപ്രായം പറയുന്നില്ല. ശരിയാണ്, സുരേന്ദ്രൻ ഈ മാധ്യമങ്ങളെ വേണ്ട രീതിയിൽ എന്റർടൈൻ ചെയ്തില്ല. ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എന്റർടൈൻ ചെയ്തില്ല. അത് മാധ്യമങ്ങളെ, അതേസമയം തോന്നുന്നു സുരേന്ദ്രനോട് പൈസ ചോദിച്ച മാധ്യമങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവരാണ് സുരേന്ദ്രനെ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചത്. പണം കിട്ടാത്ത മാധ്യമങ്ങൾ പലരും സുരേന്ദ്രനെ ആക്രമിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇപ്പോ എന്ന് പറയുമ്പോൾ വ്ളോഗേഴ്സിനെ, എതിരഭിപ്രായം പറയുന്നവരെ എല്ലാവരെയും ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വിമർശിക്കുകയല്ല, ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. BJP ഇപ്പോൾ നിലനിൽക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടല്ല, പകരം സോഷ്യൽ മീഡിയയിലൂടെ വലിയ PR ഏജൻസികളെ ഉപയോഗിച്ച് വലിയ PR നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞ തള്ളു മാത്രം നടത്തിയിട്ടാണ് BJP നിലനിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് BJP എന്തെങ്കിലും പ്രവൃത്തി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടും ഉണ്ടായിട്ടുണ്ട്. അതാണ് ചാത്തന്നൂരിലും കഴക്കൂട്ടത്തും നമ്മൾ കണ്ടത്. ഒരു സംശയമില്ല, യാതൊരു സംശയമില്ല. കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും സ്ഥാനാർത്ഥികളുടെ മികവ് തന്നെയാണ്. സ്ഥാനാർത്ഥികളുടെ മികവ് അവരുടെ പ്രവർത്തനം താഴെത്തട്ടിൽ എത്തിക്കാൻ അവർക്ക്. നേരെ മറിച്ച് നേമത്ത് നോക്കൂ, നേമത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ആ ഭൂരിപക്ഷം നിലനിർത്താനായില്ല. വിജയത്തിന് മോശമൊന്നുമില്ല. അല്ല, അവിടെ ഒരു വ്യത്യാസമുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഞാനൊരു കാര്യം പറയാം, മോദിക്ക് കൊടുക്കുന്ന വോട്ടാണ് പാർലമെന്റിൽ കിട്ടിയ വോട്ട്. അത് മാത്രമല്ല, അവിടെ രാജീവ് ചന്ദ്രശേഖറിന് ഒരു മെറിറ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോ എന്തുകൊണ്ട് ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കുന്നു? കാരണം ഇവിടുത്തെ സാധാരണ നമ്മൾ വിചാരിക്കും വോട്ടർമാർക്ക് വിവരമില്ല. അങ്ങനെയല്ല, അവർ കൃത്യമായി രാഷ്ട്രീയം അറിയുന്നവരാണ്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം നമ്മൾ ശരിക്കും കാണേണ്ടത് കേരളത്തിലാണ് അതുള്ളത്. ഇവിടെ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ ജയിപ്പിക്കുന്നതിന്റെ കാരണം, ശശി തരൂര് ഡൽഹിയിൽ ചെന്നാൽ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ഒരു പേഴ്സണാലിറ്റിയും ക്യാരക്ടറും എല്ലാം വെച്ച് അദ്ദേഹം എന്തൊക്കെ ചെയ്യും എന്ന് നമ്മുടെ ഏറ്റവും ഒരു ശരാശരിക്കും താഴെയുള്ള വോട്ടർക്ക് പോലും അറിയാം. അതാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ കണ്ടത്. അമേരിക്കയിൽ പോയി, UN പോയി, ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ശശി തരൂരിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ സാധാരണ വോട്ടർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നല്ലേ നമ്മൾ തിരിച്ചറിയാം. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ ഒരു ഗുണമുണ്ട്. കാരണം
അദ്ദേഹം പക്ഷെ അത് വേണ്ടത്ര വോട്ടായില്ല എന്നുള്ള 4000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അദ്ദേഹം ജയിച്ചത്. അല്ല, അത് നിയമസഭയിലേക്ക് വരുമ്പോൾ നിയമസഭയിൽ നമ്മൾ എപ്പോഴും നോക്കുന്ന എങ്ങനെയാണ്, ഇവിടെ നമ്മുടെ കയ്യെത്തും അകലത്തിൽ നിൽക്കുന്ന ഒരു MLA, നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു MLA. രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഇതുവരെ നമുക്ക് അനുഭവമില്ല. അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. പ്രവർത്തനമൊന്നും മോശമൊന്നുമല്ല. ഞാൻ ഒരിക്കലും അദ്ദേഹത്തിനെ നമുക്ക് ഇവിടെ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, ശരിക്കും പറ്റിയത് കേരളത്തിൽ BJPയുടെ ഒരു സ്ഥാന മാറ്റം വന്നപ്പോൾ, അതായത് സംസ്ഥാന പ്രസിഡന്റ് മാറി വന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി വേണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് S. സുരേഷിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കിയത്. S. സുരേഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയപ്പോൾ S. സുരേഷ് ചെയ്യേണ്ടിയിരുന്നത് എല്ലാ വിഭാഗം ആൾക്കാരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് വളരെ ഭംഗിയായി ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. എന്നാൽ S. സുരേഷ് ചെയ്തത് അതല്ല. കാരണം S. സുരേഷ് കുറച്ചുകൂടി കാലം മുന്നോട്ട് കണ്ട്, അതായത് S. സുരേഷ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ പണിയെടുക്കുകയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ രാജീവ് ചന്ദ്രശേഖറിന്റെ കണ്ണും വെട്ടത്ത് എപ്പോഴും ഉണ്ടാവും. രാജീവ് ചന്ദ്രശേഖർ എങ്ങോട്ട് പോയാലും S. സുരേഷ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒപ്പം ഉണ്ടാവും. ഒരു പ്രവർത്തകർക്കോ മറ്റൊരാൾക്കോ രാജീവ് ചന്ദ്രശേഖറിനോട് സംസാരിക്കണമെങ്കിൽ S. സുരേഷിന്റെ സാന്നിധ്യമില്ലാതെ സംസാരിക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് S. സുരേഷ് എപ്പോഴും രാജീവ് ചന്ദ്രശേഖറിനോടൊപ്പം നിൽക്കുന്നത്. സാധാരണഗതിയിൽ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള സംഘടനാ സെക്രട്ടറിമാർ സാധാരണഗതിയിൽ അവരുടെ പ്രവൃത്തികൾ വളരെ, ഏതെങ്കിലും സംഘടനാ സെക്രട്ടറി പുറത്തു കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ബൈക്ക് കൊടുക്കുന്നുണ്ടോ? ഏതെങ്കിലും സംഘടനാ സെക്രട്ടറിമാർ ക്രെഡിറ്റ് എടുക്കാൻ വരുന്ന ഓർമ്മ ശരിയാണ്, PP മൂന്തേട്ടൻ തൊട്ട് സുഭാഷ് ജി വരെയുള്ളവർ ആരെങ്കിലും പൊതുരംഗത്ത് അങ്ങനെ കണ്ടിട്ടേയില്ല. എന്നാൽ സുരേഷ് അങ്ങനെ അവര് എല്ലാ സംഘടനാ വിഷയത്തിലും അവർ ഇടപെടുകയും സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, സുരേഷ് സംസ്ഥാന സെക്രട്ടറിയായി വന്ന സെക്കൻഡിൽ ഓരോരുത്തരുടെയും എണ്ണി എനിക്ക് പറയാൻ കഴിയും. പണ്ട് കാലത്ത് സുരേഷിനോടൊപ്പം ABVPയിൽ ഉണ്ടായിരുന്ന യാതൊരു പ്രവർത്തനവും അതിനുശേഷം ഒരു പ്രവർത്തനവും നടത്താതെ, ഫേസ്ബുക്കിൽ പോലും ഒരു പോസ്റ്റ് ഇടുക പോലും ചെയ്യാത്ത, രാഷ്ട്രീയം പറയാത്ത, അവരവരുടെ ജോലി നോക്കി പോയിട്ടുള്ള പല ആൾക്കാരെയും ഈ സംഘടനയിലേക്ക് കുത്തി നിറച്ചു. ഈ സംഘടനയ്ക്ക് ഒത്തുതീർച്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കമുള്ള, സോഷ്യൽ മീഡിയ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഇവരുണ്ടാക്കിയ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഒരു 8000-ന് മുകളിൽ സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ പോലും ഇല്ല. അവരെ ഒന്ന് ഇനി ആ എടുത്തിട്ടുള്ള ഗ്രൂപ്പുകാരെ ആരും ഇപ്പൊ കാണുന്നുമില്ല. ചില ആൾക്കാർ, സുരേഷിന് ഇഷ്ടമുള്ള ചില ആൾക്കാരെ, സുരേഷിന് എന്തെങ്കിലും സുരേഷിന്റെ കൂടെ ഒപ്പം നിൽക്കും എന്ന് ഉറപ്പ് മാത്രമുള്ള ചില ആൾക്കാരെ, അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ പ്രവർത്തന മികവോ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ക്വാളിറ്റിയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സമൂഹത്തിന് ചെയ്യാൻ കഴിയുമെന്ന ബോധ്യമോ ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരെ അവരൊക്കെ പണി നിർത്തി ഈ ഫീൽഡിൽ നിന്ന് പോയി വേറെ എവിടെയൊക്കെയോ ആയിരുന്ന ആൾക്കാരെ, ചില കൺസ്ട്രക്ഷൻ കമ്പനി നടത്തിയിരുന്നവർ, ചില ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്തിരുന്നവർ, അങ്ങനത്തെ രാഷ്ട്രീയമായ ഒരു ബന്ധവുമില്ലാത്ത കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് കുത്തി നിറച്ച് എല്ലാ സ്ഥാനങ്ങളും അവരോധിച്ചു. അതായത് മൊത്തത്തിൽ സമൂലമായ ഒരു പരിവർത്തനം പാർട്ടിയിൽ വരുത്തി, പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാത്ത പരിവർത്തനമാണ് ഈ എല്ലാ സ്ഥലത്തും. ഞാൻ കേരളത്തിൽ 2 ദോഷങ്ങൾ ഉണ്ടായെന്നാണ് എനിക്ക് മനസ്സിലായത് പറഞ്ഞതിൽ നിന്ന്. അതായത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം മാറ്റിയിട്ട് ഇത്തരത്തിൽ അനുഭവജ്ഞാനം കുറഞ്ഞ അല്ലെങ്കിൽ അതില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ പഴയ ആൾക്കാർ ശത്രുക്കളായി മാറി നിൽക്കുകയും അവർ ഒരു വിമത പ്രവർത്തനം ഒന്നും നടത്തിയില്ലെങ്കിൽ പോലും അത് സംഘടനയുടെ ഒരു സത്യം പറഞ്ഞാൽ ഈ സംഘടനയോട് കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് വിമത പ്രവർത്തനം നടത്താത്തത്. അതൊരു വലിയ എന്താണ് അത് മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് ഈ സംഘപരിവാർ സംഘടനകളോട് സത്യത്തിലുള്ളത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എല്ലാവർക്കും. അപ്പോൾ 90% പേർക്കും ഇത് വിട്ടെറിഞ്ഞു പോകാൻ പറ്റില്ല, പോയാൽ മറ്റൊരിടത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഇവർ പോകില്ല, ഇവിടെ ഉണ്ടാവും, ഇവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ അവിടെ കിടന്നോട്ട് വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളതുപോലെ അതേപോലെ തന്നെ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് S. സുരേഷൻ ടീമുകളും പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും കാര്യത്തിൽ ഒരു അഭിപ്രായം കോർ കമ്മിറ്റി, സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു സമരം നടത്തണമെങ്കിൽ കോർ കമ്മിറ്റിയോട് ചോദിക്കും. ഇന്നലെ ഒരു ആഭാസ സമരം നടത്തി. യഥാർത്ഥത്തിൽ എന്ത് സമരമാണ് നടത്തിയത്? കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും ട്രോള് ചെയ്യണം നാട്ടിലുള്ളവരിട്ട്. കേരളത്തിലെ മഹിളാ മോർച്ചയുടെ നേതാക്കൾ, അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് പല വിദ്യാഭ്യാസമുള്ള സ്ത്രീകളുമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ML അശ്വിനി നല്ല കഴിവുള്ള പെൺകുട്ടിയാണ്, നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ്. പക്ഷെ അവർക്കും ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒന്ന് ന്യായീകരിക്കുന്ന കേൾക്കുമ്പോൾ അവരെ അടക്കം ട്രോളുന്ന രീതിയിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ മാറി. വിദ്യാഭ്യാസമുള്ള ചില വക്കീലന്മാരടക്കമുള്ളവരുണ്ട്, അവർക്കെല്ലാം ഇത് ന്യായീകരിക്കേണ്ടി വരികയാണെന്നേ. ഒരു കാര്യവും ഇല്ലാത്തൊരു കാര്യത്തിന് ഇത് ന്യായീകരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുത്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. മറ്റൊരു കാര്യം തീർച്ചയായിട്ടും ഇത് മുമ്പും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം. ഈ 2020 ഒക്കെ കടന്നു വരും. അതിൽ ഇതെല്ലാം ഇത് മുഴുവൻ കാര്യങ്ങളും
ഏകപക്ഷീയമായി സുരേഷ് എടുത്ത തീരുമാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ പിന്നിൽ സുരേഷിന് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. സുരേഷിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ തന്നെ ഇപ്പോ ചില സ്ഥാപനങ്ങളിലും അവരുടെ ചില കടങ്ങളും ഒക്കെ തീർത്തത് ലക്ഷങ്ങളും കോടികളും കണക്ക് ഇത്തരത്തിൽ പണം സമാഹരിച്ചുകൊണ്ട് കടം വീട്ടിയവരുണ്ട്. അതിനെ സംബന്ധിച്ച് നമുക്ക് വരാം. ഈ 2020 യാതൊരു ഗുണവും ചെയ്യാത്തൊരു 20 കമ്മിറ്റിയിൽ അതിനെക്കുറിച്ച് തീർച്ചയായും 2020 അടക്കമുള്ള BDJs 2020 ഇന്നലെ പങ്കെടുത്തിട്ട് പോലുമില്ല. NDA യോഗം ഉണ്ടായിരുന്നു കോർ കമ്മിറ്റിക്ക് ശേഷം, അവിടെ പങ്കെടുത്തിട്ടില്ല. ഈ മുഴുവൻ സ്ഥലങ്ങൾ ആദ്യം ഇതിലെ ഒരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ ആദ്യം വന്ന വാർത്ത സുരേന്ദ്രനെയും അതുപോലെ ശോഭാ സുരേന്ദ്രനെയും കോർ കമ്മിറ്റി അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്നാണ് പത്രങ്ങളിലൊക്കെ കൊടുക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ അവരോട് രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങൾ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് പല മണ്ഡലങ്ങൾ മാറി നടന്നു എന്നൊക്കെ പറഞ്ഞ് ആദ്യം വന്ന വാർത്ത അതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല രണ്ടും നല്ല സാധ്യതയുള്ള മണ്ഡലം. കേരളത്തിലെ പണ്ട് മുതൽ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്, മാരാർജി ഉണ്ടായിരുന്ന കാലം മുതൽ തന്നെ മഞ്ചേശ്വരം പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അന്നും ഇന്നും എന്നും മഞ്ചേശ്വരത്ത് പ്രശ്നമാകുന്ന അവിടുത്തെ ഡെമോഗ്രഫിയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒന്നുകിൽ മണ്ഡല പുനർനിർണയം വന്നാൽ ഏതെങ്കിലും തരത്തിൽ എന്നാലും ഡെമോഗ്രഫി മാറ്റുമ്പോൾ അവിടുത്തെ ജനസംഖ്യ അനുസരിച്ച് സാധ്യതയില്ല. മഞ്ചേശ്വരത്തിന്റെ അടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങളൊക്കെ സമാനമാണ്. അപ്പോൾ മഞ്ചേശ്വരത്ത് സാധ്യതയുള്ള മണ്ഡലമാണ്. സുരേന്ദ്രൻ അവിടെ നിന്നാൽ ജയിക്കും, അല്ലെങ്കിൽ സുരേന്ദ്രന്റെ കഴിവുകേട് കൊണ്ടാണ് അവിടെ നിന്നത് ജയിക്കാതിരിക്കുന്നത് എന്ന് പറയുന്നതിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ബ്ലണ്ടറാണ്. അത് രാഷ്ട്രീയം അറിയാത്ത ആരാണെങ്കിലും അങ്ങനെ ഒരു വിമർശനം സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയം അറിയാത്തവരുടെ വിമർശനമാണെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. അടുത്തത് ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ സമാനമായ അവസ്ഥയാണ്. പാലക്കാട് നഗരസഭയിൽ ജയിക്കും, പക്ഷേ നിയമസഭയിൽ ജയിക്കാനുള്ള സാധ്യത വരുമ്പോൾ പിരായിരി പോലെയുള്ള ചില ഏകീകൃത വോട്ടുകളുള്ള ചില സ്ഥലങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ജയിക്കാൻ ഇനി ആര് തലകുത്തി നിന്നാലും ഈ പറയപ്പെടുന്ന മുരളിയേട്ടനോ രാജീവ് ചന്ദ്രശേഖറോ ഇനിയും ജയിച്ചു പോയ BB ഗോപകുമാർ അടക്കമുള്ളവരോ ഇനിയും സാക്ഷാൽ നരേന്ദ്രമോദി വന്നു നിന്നാൽ പോലും ഈ മണ്ഡലങ്ങളിലൊന്നും വിജയിക്കാൻ കഴിയില്ല. അതാണ് യാഥാർത്ഥ്യം. ഈ 3 സ്ഥലം വരുമ്പോൾ BJPക്ക് നിലം തൊടാൻ കഴിയില്ല. അതിന് നരേന്ദ്രമോദി വന്നു നിന്നാലും ഇതിനപ്പുറത്തേക്ക് ഒരു അവസ്ഥ ഉണ്ടാവില്ല. പിന്നെ ശോഭാ സുരേന്ദ്രനെയും പക്ഷേ ഒരു കാര്യമുണ്ട്, ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. സുരേന്ദ്രനും അത് തന്നെയാണ്. സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും അങ്ങനെ തന്നെയാണ്. ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ രണ്ടുപേരും അവിടെ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് അവരെ ഇവിടെ ഒന്ന് പറഞ്ഞു വിട്ടതല്ല. അവരെ ശരിക്കും BJP ചെയ്യേണ്ടത് ഏറ്റവും ജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിച്ചെങ്കിൽ ജയിപ്പിക്കേണ്ടതായി. അതിന് പകരം രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ വലിയ മാറ്റം വരുത്താനാണെന്ന് പറഞ്ഞു. ഇപ്പൊ സന്ദീപ് വൈസ്പതിക്ക് സമാനമായ അവസ്ഥയുണ്ടായത്. സന്ദീപ് വൈസ്പതിയെ ഹരിപ്പാട്ടേക്ക് മാറ്റി. സത്യത്തിൽ എനിക്ക് BJPയോട് നമുക്ക് വലിയ പുച്ഛം തോന്നുന്ന ഒരു തീരുമാനമാണ് അടുത്ത്. കാരണം സന്ദീപ് വചസ്പതി ചെങ്ങന്നൂർ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തവണ ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം തീർച്ചയായും എബി കുര്യാക്കോസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ ആ മണ്ഡലത്തിലുള്ളവർക്ക് അറിയാമെന്നല്ലാതെ എല്ലാവർക്കും പോലും അറിയില്ല. ഞങ്ങൾക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ചെറുപ്പകാലം മുതലേ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് എബി കുര്യാക്കോസിനെ അറിയാം. പക്ഷെ പുതിയ തലമുറയിൽ ആർക്കും എബി കുര്യാക്കോസിനെ അറിയില്ല, സാധാരണക്കാരായ എല്ലാവർക്കും അറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ അതിലും വലിയ രസം എന്താണെന്ന് അറിയോ? ചെങ്ങന്നൂർ മത്സരിച്ച സ്ഥാനാർത്ഥി ആരാ? അതാണ് അതിലും വലിയ രസം. 3 മാസം മുമ്പ് ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത്, പുലിയൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ തോറ്റ സ്ഥാനാർത്ഥിയെ അവിടെ വീണ്ടും മത്സരിപ്പിച്ചിരിക്കുകയാണ് നിയമസഭയിലേക്ക്. എനിക്കറിയാൻ വയ്യ എന്ന് ചോദിക്കുക. കേരളത്തിൽ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ഈ നിയമസഭയിൽ മത്സരിക്കുന്നവരെ. ഇപ്പോൾ നവ്യ ഹരിദാസിനെ കഴിഞ്ഞ തവണ നിയമസഭയിൽ മത്സരിച്ച് തോറ്റ നവ്യ ഹരിദാസിനെ 3 മാസത്തിന് ശേഷം വയനാട് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി മത്സരിപ്പിക്കുകയാണ്. വേറെ ആരും ഇല്ലാത്ത കൊണ്ടാണോ അതോ ഇവർക്ക് കിട്ടുന്ന ഫേവറുകളാണോ, എന്താണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ ആരും ഇല്ലാത്തതുകൊണ്ടല്ല. കേരളത്തിൽ ഇന്ന് BJP വിചാരിച്ചാൽ ഏതാളെയും സ്ഥാനാർത്ഥിയാക്കാനും ഏതാളെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും കഴിയുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിലുണ്ട്. 90% പേരും അങ്ങനെ കൊണ്ടുവരാൻ കഴിയും. കേരളത്തിൽ രാഷ്ട്രീയം അറിയുന്ന ഇഷ്ടംപോലെ ആൾക്കാർ സംഘപരിവാർ സഹയാത്രികരായി പല സ്ഥലങ്ങളിലും നിൽപ്പുണ്ട്. സംഘടനാ പ്രവർത്തന പരിചയമുള്ളവരുണ്ട്. പഴയ കാലത്ത് സംഘടനയെ നന്നായി പ്രവർത്തിച്ചിരുന്ന സംഘടനാ പ്രവർത്തനം അറിയുന്ന പല ആൾക്കാരുമുണ്ട്. അവരെ ഒന്നും എവിടെയും കൊണ്ടുവരാതെ ആര് വരുന്നു, മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവായി ഇരിക്കണം, ഞാനായിരിക്കണം മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് എന്ന് വിചാരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ യാതൊരു വിവരവും ബോധവും ഇല്ലാത്ത രാഷ്ട്രീയം എന്തെന്നറിയാത്ത ചില ബാസുള്ള സൗണ്ടും ഒക്കെ ആയിട്ട് കാഥികന്മാരുടെ വേഷവും ധരിച്ച് ഘാതികനാകാൻ നടക്കുന്ന ചില ആൾക്കാരാണ് ഈ സംഘടനയുടെ സർവ്വശാപമായി മാറുന്നത്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുള്ള സമയത്ത് കേരളത്തിൽ ഏറ്റവും ഫേവറബിൾ ആയ അന്തരീക്ഷമുള്ള ഒരു സമയമായിരുന്നു സമയം. ഒരു 20 സീറ്റെങ്കിലും നേടാവുന്ന, അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം. എങ്ങനെയാണ് കോൺഗ്രസ് ജയിച്ച? പ്രവർത്തന മികവ് കൊണ്ടാണോ? അല്ല. കോൺഗ്രസിനെ മറ്റേതെങ്കിലും രാഷ്ട്രീയപരമായി അവരെന്തെങ്കിലും മുന്നോട്ട് വെച്ചിട്ടാണോ?
കേന്ദ്രത്തിൽ ഭരണമുള്ളത് കൊണ്ടാണോ? ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയിട്ടുള്ള പാർട്ടി കോൺഗ്രസ് ആണ്. എന്നിട്ട് പോലും കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ ഈ വൻ വിജയത്തിൽ, ഈ വലിയൊരു അവർക്കൊരു ഉപാധിയായി, അല്ലെങ്കിൽ CPM-നെ അടിക്കാനുള്ള ഒരു ഉപാധിയായി അവർക്കൊരു അതാണ് സത്യം. ആ ഉപാധിയായി ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയും പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് പറഞ്ഞയക്കുക, താഴെ തിറക്കുക, അതിന് ഏത് ചെകുത്ത്, പണ്ട് EMS പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായിട്ട് കൂട്ടുകൂടും. ഇവിടെ അതാണ് സത്യത്തിൽ കേരളത്തിൽ സംഭവിച്ചത്. അത് BJP-ക്ക് ഗുണകരമാകുമായിരുന്നു. ഈ 3 മണ്ഡലങ്ങളിലും ആലോചിച്ച് നോക്കൂ, ജയിച്ച 3 മണ്ഡലങ്ങളിലും CPM-ന്റെ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി മണ്ഡലങ്ങളിലും സാധിക്കുമായിരുന്നു. അവിടെ ഉണ്ടായ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പിഴവുകൾ, അവിടുത്തെ സംഘടനാ സംവിധാനത്തിലുള്ള പ്രശ്നങ്ങൾ, ഭംഗിയായി ഇലക്ഷൻ കോർഡിനേറ്റ് ചെയ്യാത്തത്, പല സ്ഥലങ്ങളിലും വേണ്ട സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാത്തത്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ BJP-യിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കൊടുങ്ങല്ലൂരും അതുപോലെ തൃപ്പൂണിത്തറ പോലുള്ള മണ്ഡലങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 2020 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം? എറണാകുളത്ത് ഒരു പഞ്ചായത്തിലോ ഒരു നിയമസഭാ മണ്ഡലത്തിലോ മാത്രം ഈ ചോദ്യം ഉയർന്നപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ പറഞ്ഞത് അത് ഒരു മുന്നണി രൂപീകരണത്തിന്റെ സമവാക്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് എന്താ ഗുണമുണ്ടായേ? എന്ത് ഗുണമാണ് ഉണ്ടായത്? 11%. അതായത് എനിക്ക് തോന്നുന്നു സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 14.3% ആയിരുന്നുവെങ്കിൽ ഇത്തവണ 11% കൂപ്പുകുത്തി. 11% കൂപ്പുകുത്തി എന്നുള്ളത് മാത്രമല്ല, 16% എന്ന് സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഔദ്യോഗിക പേജിൽ 16% എന്ന് കള്ളം എഴുതി വെക്കുന്ന രീതിയിലേക്ക് ഒറ്റയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഏതാണ്ട് 12% വോട്ടാണ്. 12%-ത്തിനടുത്ത് ബാക്കി. പക്ഷെ സത്യത്തിൽ നമ്മളൊന്ന് ആലോചിക്കൂ, ഈ 2020-ക്കും ഈ BDJS-നും ഒക്കെ കിട്ടുന്ന വോട്ട് വാസ്തവത്തിൽ അത് BJP-യുടെ തന്നെ വോട്ടല്ലേ? അതെ, തീർച്ചയായിട്ടും അവരുടേതായിട്ട് എന്ത് കോൺട്രിബ്യൂഷനാണ് ഉള്ളത്? എന്ത് കോൺട്രിബ്യൂഷൻ? പിന്നെ എടുത്തിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഒരുപാട് പേര് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ അംഗമാണ് കേരളത്തിൽ BJP നടത്തിയത്. വഴി കൂടെ പോകുന്നവരെ മുഴുവൻ ഇത് വിട്ട് എന്താണ് ഷാള് വിട്ട് സ്വീകരിക്കുകയായിരുന്നു. കൊള്ളാവുന്ന ആരെ കൊണ്ടുവന്നു ഇതൊരു വലിയ പ്രശ്നമാണ്. എന്താന്ന് വെച്ചാൽ ഈ സിനിമാ നടിമാരെ, സീരിയൽ നടിമാരെ, നടന്മാരെ മാത്രം വേണ്ട, രാഷ്ട്രീയ രംഗത്ത് കൊണ്ടുവന്ന് കൊട്ടാരക്കരയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ, കൊട്ടാരക്കരയിൽ കോൺഗ്രസിന്റെ 3 പ്രാവശ്യം കോൺഗ്രസിന്റെ സീറ്റിൽ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിന്ന് തോറ്റ ഒരാളെ അവരെ കൊണ്ടുവരികയാണ്. അവരെ കൊണ്ടുവരുമ്പോൾ അവിടെ കൊട്ടാരക്കരയിൽ അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കണ്ടേ? ഞാൻ ആ സമയത്ത് തന്നെ ചോദിച്ചു, അവരെ നമ്മൾ പോലും, മാധ്യമ പ്രവർത്തകർ പോലും അങ്ങനെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, അവിടെ മത്സരിച്ചിരുന്നു എന്ന് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവാത്തൊരു സ്ഥാനാർത്ഥി. മാധ്യമ പ്രവർത്തകർക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും അറിയാം. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് അങ്ങനെ സ്ഥാനാർത്ഥിയെക്കുറിച്ച്. ഒരു ഓളവും ഇന്ന് വരെ മത്സരിച്ചപ്പോൾ ഉണ്ടാക്കാത്തൊരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അവരെ കൊണ്ടുവരികയാണ്. എനിക്ക് തോന്നുന്നു 30 ലക്ഷം രൂപ അവർക്ക് കടമുണ്ടായിരുന്നു. ആ കടമൊക്കെ തീർത്തിട്ടാണ് കൊണ്ടുവന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കടമൊക്കെ അവരുടെ BJP ഔദ്യോഗികമായിട്ട് ആ കടം തീർത്തു. അവരെ BJP-യിൽ കൊണ്ടുവന്നു. എത്ര വോട്ടാണ് കിട്ടിയത്? കഴിഞ്ഞ 2016-ൽ 23,000 വോട്ടുള്ളടത്ത് 2026-ൽ കിട്ടിയത് 20,000 വോട്ടാണ്. 2016-ൽ ഉണ്ടായിരുന്ന 23,000 വോട്ട്. ഇന്ന് 20,000 വോട്ടാണ് ആ സ്ഥാനാർത്ഥി പിടിച്ചത്. കൊണ്ടുവന്ന പിറ്റേ ദിവസം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. അപ്പൊ കേരളത്തിൽ BJP-ക്ക് ആളില്ലാത്തോണ്ടല്ലേ? നല്ല രാഷ്ട്രീയം പറയാൻ അറിയുന്ന, നന്നായി പ്രവർത്തിക്കാൻ അറിയുന്ന, നന്നായി സംസാരിക്കാൻ, അങ്ങനെയുള്ളവരെ BJP-ക്ക് വേണ്ട. അങ്ങനെയുള്ളവർ BJP-യിൽ പ്രവർത്തിക്കാനോ അങ്ങനെയുള്ളവരെ കൊണ്ടുവരാനോ, കാരണം ഇവർക്കെല്ലാം പേടിയാണ്. ഏതെങ്കിലും ഒരു നേതാവിന് തന്റെ മുകളിലേക്ക് വരാൻ കഴിവോ കപ്പാസിറ്റിയുള്ള ഒരാളും ഈ പാർട്ടിയിൽ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. അത് അവരുടെ കഴിവുകേടാ, ഈ നേതാക്കന്മാരുടെ കഴിവുകേടാ. 10-20 വർഷം ഈ രാഷ്ട്രീയ രംഗത്ത് നിന്നിട്ട് രാവിലെ ഖദറും ഉടുപ്പിട്ട് തേച്ചിറങ്ങുന്നു എന്നുള്ളതല്ലാതെ ഒരല്പം പോലും പഠിക്കാനോ ഏതെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് ലോജിക്കലായി ചിന്തിക്കാനോ കഴിയുന്നില്ലെങ്കിൽ അത് നേതാക്കന്മാരുടെ പരാജയമാണ്, നിങ്ങളുടെ പരാജയമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് കോർ കമ്മിറ്റിയുടെ കോർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കോർ കമ്മിറ്റിയിൽ സംഭവിച്ചതൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയം അറിയുന്ന കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞാലും, ഒരു കാലത്ത് K. സുരേന്ദ്രനെ അടക്കമുള്ളവരെ എല്ലാവരും ആക്രമിച്ച കൂട്ടത്തിൽ ആക്രമിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ വലിയ പ്രതീക്ഷ എനിക്ക് രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുഴപ്പമല്ല, ഞാൻ ഇപ്പോഴും പറയുന്നു, അദ്ദേഹത്തിന് ഒരുപാട് പോസിറ്റീവ് പൊളിറ്റിക്സ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്, അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്, അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോകാൻ ആഗ്രഹമുള്ള ഒരു സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം. പക്ഷെ അവിടെ വിനയാകുന്നത് ഇത്തരത്തിലുള്ള ഇത്തിൽക്കണ്ണികളാണ്. അവരും അവരുടെ ഞാനും അപ്പനും സുഭദ്രയും മതി എന്ന രീതിയിൽ കുറെ ആൾക്കാരെ കൊണ്ട് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത വീണ്ടും ഞാൻ പറയുന്നു, സംസ്ഥാന നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് സംസ്ഥാന നേതൃത്വത്തിൽ ഇരിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത, രാഷ്ട്രീയം അറിയാത്ത, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉടുപ്പിട്ട് നടക്കുന്നു എന്നുള്ളതല്ലാതെ ഖദറും അല്ലെങ്കിൽ വെള്ളയും ഇട്ട് നടക്കുന്നു എന്നതിന് അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയത്തിൽ സംസാരിക്കാൻ അറിയാത്ത ആൾക്കാരാണ്. ഇപ്പോൾ തന്നെ മീഡിയ പാനലിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് 10-70 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലിസ്റ്റ് വെറുതെ ഉണ്ടാക്കിയിരിക്കുന്നതാ. ഇതിനകത്ത് ആർക്കും മീഡിയ പാനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആർക്കും മീഡിയയിൽ വന്ന് സംസാരിക്കാനോ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നന്നായി സംസാരിക്കാനോ അറിയുന്നവരല്ല. പഠിക്കില്ല, അങ്ങനെ ആരെയും കണ്ടുമില്ല. ഇല്ല, പഠിക്കില്ല.
ഇതൊന്നും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊക്കെ എങ്ങനെയാണ് പ്രശാന്ത് എങ്ങനെയായത്? നമ്മളുമൊക്കെ രാഷ്ട്രീയം പഠിച്ചല്ലേ ആവുന്നത്. ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പത്രം വായിക്കുന്നു, ഓരോ ദിവസവും രാഷ്ട്രീയ ചലനങ്ങൾ ശ്രദ്ധിക്കുന്നു, ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണല്ലോ നമ്മളിപ്പോ ഇങ്ങനെ ആയത്. നമ്മുടെ ഈ കോർ കമ്മിറ്റിയിലെ ഈ വിലയിരുത്തലും ഈ പൊട്ടിത്തെറിയും ഒക്കെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകാനുള്ള സാധ്യതയൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും. കാരണം ഈ കമ്മിറ്റി അടിമുടി മാറ്റണം. ഞാൻ പറയുന്നൊരു കാര്യം, രാജീവ് ചന്ദ്രശേഖർ ഈ വിമർശനം കേൾക്കുന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പുറത്തു നിന്നുള്ള ഒരു ഏജൻസിയെ വെക്കുക. ഇപ്പൊ ഒരു കാലത്ത് നമുക്കറിയാം ടാലന്റ് ഹണ്ട് നടത്തിയിരുന്നു രാഹുൽ ഗാന്ധി. അതുപോലെ യുവജനങ്ങളെ ഈ പാർട്ടിയിൽ എടുക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? ഇനിയുള്ള കാലം നയിക്കേണ്ടത് യുവജനങ്ങളാണ്. നിങ്ങൾ ടാലന്റ് ഹണ്ട് നടത്തൂ. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ നേതാക്കന്മാരുടെയും പിണിയാളുകൾ മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ എങ്കിൽ, ഇനി അഥവാ ഇതേ മാറ്റി നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന യുവ നേതാക്കൾക്ക് ടാലന്റ് ഹണ്ട് നടത്തണമെന്നാ. അത് കഴിവുള്ളവരെ കൊണ്ടുവരണമെന്നാ, സ്ത്രീ ആയാലും പുരുഷനായാലും. അവർക്ക് രാഷ്ട്രീയം പറയാൻ കേരളത്തിൽ കോൺഗ്രസ് കൊണ്ടുവന്നതിന്റെ ഗുണം കോൺഗ്രസിന് ഉണ്ട്. ഇപ്പൊ വന്നിട്ടുള്ള യുവ നേതാക്കന്മാരുടെ നിര ആലോചിച്ചു. കോൺഗ്രസിന്റെ ഒരു ഏറ്റവും വലിയ ഗുണമായി ഞാൻ കാണുന്നതാണ് ചെറുപ്പക്കാർ ധാരാളം ഉണ്ടെന്നല്ല, ക്വാളിറ്റിയുള്ള രാഷ്ട്രീയം അറിയുന്ന, രാഷ്ട്രീയം സംസാരിക്കാൻ അറിയുന്ന. ഇപ്പൊ ഇവരുടെ ഇടയ്ക്ക് ഗ്രൂപ്പ് ഉണ്ട്, BJP ഗ്രൂപ്പ് പോലെ തന്നെ ലോകത്തുള്ള എല്ലാ കോൺഗ്രസ് ഗ്രൂപ്പ് ഉണ്ട്. കോൺഗ്രസ് ആരെയും ഇതുപോലെ തള്ളിക്കളയുന്നില്ല. വിജയിച്ചു വരുന്നുണ്ട്. രണ്ട്, ഈ വന്നിട്ടുള്ള എല്ലാവരും ഇവരെല്ലാം പല ഗ്രൂപ്പുകാരാണ് ഈ യുവ നേതാക്കന്മാരെല്ലാം പല ഗ്രൂപ്പുകാരാണ്. പക്ഷെ ആ പല ഗ്രൂപ്പുകാർക്കും അർഹമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അർഹമായ രീതിയിൽ കൊള്ളാവുന്നവരെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇപ്പോ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഇവരെ BJP അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് CPM അങ്ങ് പിന്നെ കോൺഗ്രസ് മുക്ത ഭാരതം, അതിൽ കോൺഗ്രസ് മുക്ത കേരളം. അപ്പോഴും ഞാൻ പറഞ്ഞു, അന്ന് വത്സൻ തില്ലങ്കേരി അടക്കമുള്ളവർ, വത്സൻ തില്ലങ്കേരി ഒരു ദിവസം നമ്മുടെ ഓഫീസിൽ വന്നിരുന്നു. അപ്പോൾ വത്സേട്ടനോട് ഈ വിഷയം ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ വത്സേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, വത്സേട്ട നിങ്ങൾ വിചാരിക്കുന്നത് തെറ്റാണ്. കാരണം നല്ല ശക്തമായ യുവനിര, കഴിവും കാര്യപ്രാപ്തിയുമുള്ള ചെറുപ്പക്കാരുടെ ഒരു യുവനിര അവരിൽ വളർന്നു വരുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന കേരളത്തിൽ ലക്ഷ്യം കാണില്ല. അതുകൊണ്ട് കൊള്ളാവുന്നവരെ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ യുവജന സംഘടനകളുടെ BJPയുടെ യുവജന സംഘടനകളുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്നവർ അതിനുള്ള യോഗ്യതയുള്ളവരാണോ? പറയട്ടെ. പെട്ടെന്ന് ചോദിച്ച യുവമോർച്ചയുടെ ഒക്കെ സംസ്ഥാന പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ട്. അത് ആരാണെന്ന് അതാ ഞാൻ പറഞ്ഞത്. അതായത് ഈ പിന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് പുള്ളിക്കറിയാം പുള്ളി ഒരു ബഡ്ഡിംഗ് സ്റ്റേജിലാണ്, ഒരു മുരടിച്ചു പോയ ഒരാളാണ്, ഒരു കാലഘട്ടത്തിൽ മുരടിച്ചു പോയ ഒരാൾ. അതിനപ്പുറത്തേക്ക് പുള്ളി വളരില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ള ഒരാളാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് വളരുകയോ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ സംസാരിക്കുക, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം പറയുകയോ അതിനപ്പുറത്തേക്ക് സംസാരിക്കാൻ അറിയുകയോ ചെയ്യുന്ന ഒരാളും ഈ പാർട്ടിയിൽ വേണ്ട. തൻ്റെ താഴേക്ക് നിൽക്കുന്ന, അതുകൊണ്ടാണല്ലോ പുള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പിണിയാളുകളെ ഒരു കഴകത്തും ഇല്ലാത്ത, എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല, ഒന്നും അറിയാതെ, അതായത് പുള്ളി ഒരു ബഡ്ഡിംഗ് സ്റ്റേജിലെത്തിയ ഒരാളാണ്. അപ്പോൾ ആ ബഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരാൾ, അതിനപ്പുറത്തേക്ക് പോകാൻ കഴിവുള്ള ഒരാളെയും ഈ പാർട്ടിയിൽ വേണ്ട എന്നുള്ളതാണ് തീരുമാനം. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാർട്ടി എങ്ങനെയാണ് ഈ 2030 ഇനിയിപ്പോ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, 31 നിയമസഭാ തെരഞ്ഞെടുപ്പ് 2031 പിന്നെ ഭരണം പിടിക്കാൻ പോകുന്ന പാർട്ടിയാണ്. ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ചുകൊണ്ടാണ് ഭരണം പിടിക്കാൻ നടക്കുന്നത്. ഏതായാലും അതിനുള്ള സാധ്യതയൊന്നും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ യുവനിരയിൽ നല്ല നേതാക്കന്മാരുണ്ട് കേട്ടോ, വളർന്നു വരുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ ഇപ്പൊ യുവരാജ് ഗോകുൽ അത്യാവശ്യം നല്ല രാഷ്ട്രീയ ബോധമുണ്ട്, ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പ്രവർത്തിക്കുന്ന ഒരാളാണ്, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് സന്ദീപ് വാചസ്പതി. നന്നായി സംസാരിക്കാൻ അറിയുന്ന ആളാണ്, വളരെ ലോജിക്കലായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ആളാണ്, വളരെ കൃത്യമായി പഠിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ആശ്വാസമായ ആൾക്കാരുണ്ടെന്നേ, പുറത്തുമുണ്ട് അകത്തും ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടത്ര അഖിൽ പാലോട്ട് മണ്ഡലം വളർന്നു വരാൻ സാധ്യതയുള്ള എനിക്ക് അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം അഖിലിന്റെ ഒരു വിഷൻ എനിക്കറിയാം, രാഷ്ട്രീയത്തിൽ മുന്നേറാനുള്ള സാധ്യതയുള്ള ഒരാളാണ്. അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ വേണ്ട പ്രാധാന്യം കൊടുത്ത് അവർക്കൊക്കെ വളർന്നു വരാനുള്ള സാഹചര്യം കൊടുക്കാൻ എത്രമാത്രം ഈ രാഷ്ട്രീയ പ്രസ്ഥാനം കേപ്പബിൾ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ശങ്കുട്ടിദാസ്, അങ്ങനെ കുറെ പേര്, ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണർത്തുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഏതായാലും സ്ത്രീപക്ഷത്ത് നിന്ന് അങ്ങനെ പറയാൻ ആരുമില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. അല്ല, സ്ത്രീപക്ഷത്തും ഉണ്ടാവും, നമ്മൾ ഇപ്പൊ അറിയുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. അല്ല, എന്തായാലും അപ്പോൾ കോർ കമ്മിറ്റിയിൽ കാര്യങ്ങൾ സത്യസന്ധമായി വിലയിരുത്തപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ അത് അംഗീകരിച്ചില്ലയോ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിരിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായും ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും സംസ്ഥാന കമ്മിറ്റി നടക്കുകയാണ്. നമുക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ വാർത്തകളുമായിട്ട് പിന്നാലെ വരാം. നന്ദി, നമസ്കാരം.